ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് കൈകൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്താം. ശ്രീപിതാവേ, കോടാലി കൂടി നന്ദി പറയുന്നു. ഈ ഭവനത്തിൽ വരുവാനും കർത്താവ് ഇത്ര സമയം ആരാധന പങ്കെടുത്ത് വചനങ്ങളെ കേട്ട് ഈ മക്കളുടെ ജീവിതത്തിൽ ഈശോയെ മുന്നേറുന്ന ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും ആത്മീയ സ്ഥാനപ്പെടുത്തും. ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം ഇവിടെ സംഭവിക്കട്ടെന്ന് ആഗ്രഹിക്കുകയാണ്. ഈശോയെ എല്ലാവരിലും മത്തായി 3:11 അഭിഷേകങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങളോട് നമുക്ക് അനുഭവിക്കാം. എസ്കേൽ പ്രവാചകൻ 18:32 ദൈവം ആരുടെയും മരണത്തിൽ സന്തോഷിക്കുന്നില്ല, നിങ്ങൾ പശ്ചാത്താപിക്കുകയും ജീവിക്കുകയും ചെയ്യും. ഏറ്റു പറഞ്ഞ വചനങ്ങളല്ല, ശിഷ്യന്മാർ എവിടെയെല്ലാം വചനം പറഞ്ഞു അവിടെ അടയാളം കൊണ്ട് സ്ഥിരീകരിച്ചതുപോലെ സ്വർഗം തുറന്നുകൊണ്ട് ഈ മക്കളിലേക്ക് ഒരു അഗ്നി കർത്താവേ ഈ സമയം 3:11 അഭിഷേകം സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിക്കുന്നു. നമ്മൾ ഒരുപാട് വചനങ്ങൾ വായിക്കുന്നവരും കേൾക്കുന്നവരാണ് അല്ലേ? ഞങ്ങളുടെ അഭിഷേകത്തിലാണ് അല്ലേ? ഇപ്പോഴും 1 തെസ്സലോനിക്ക 5:16 എപ്പോഴും സന്തോഷിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? പ്രൈസ് ലോർഡ്. ഹൃദയത്തിലുണ്ടെന്ന് വിശ്വസിക്കണം അല്ലേ? നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴെനിക്ക് തോന്നിച്ചത്, നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പക്ഷെ പാലിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് കൊണ്ടിലെ വെളിപാട് 1:3 വചനം വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും അനുഗ്രഹീതർ, എന്തെന്നാൽ സമയമെടുത്തിരിക്കണം. കാരണം ഈ ഭവനം വിട്ടു പോകുമ്പോൾ നമ്മൾ എന്ത് വേണം? ജെറമിയ 15:19 നീ തിരിച്ചു വന്നാൽ വിലക്കെട്ടവ പറയാതെ സദ്വചനം സംസാരിച്ചാൽ എന്റെ നോക്കില്ല. ആവണ്ടേ വേണോ? നമ്മൾ ആഗ്രഹിക്കണം അല്ലെ? സങ്കീർത്തനം 37:4 ദൈവത്തിൽ ആനന്ദിക്കുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിച്ചത്. ഞാൻ നോക്കുമ്പോഴേ ചില വ്യക്തികൾ കാണുമ്പോഴേ, ഇവിടെ വർഷങ്ങളായാലും ഞങ്ങൾ 25 വർഷമായി ആരായിട്ട് ഞാനും ജോയി ബ്രദറും കണ്ടുമുട്ടിയിട്ട് ഏകദേശം 25 വർഷമായി. ഞാൻ സൗകര്യ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നമുക്കിവിടെ ആരാധന നടത്തണം. അപ്പോൾ ഭാര്യ വന്നിട്ട് 1.5 മാസമായിട്ടുള്ളൂ, പൗർവമായിട്ടില്ല. ഞാനാണെങ്കിൽ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭവനം തുറന്നു കൊടുത്തു. അതിൻ്റെയൊക്കെ വലിയ വലിയ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 23:25 ദൈവത്തെ ആരാധിക്കണം, നിങ്ങളുടെ ഭക്ഷണം പാനീയം ആസ്വദിക്കും, രോഗം നിർമ്മാണം ചെയ്യും, ഞാൻ നിനക്ക് ദീർഘായുസ്സ് തരും. ഇതാണ് ചെയ്യുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ വചനമാണ് സംഭവിക്കുന്നത്. യേശുക്രിസ്തു ചെയ്ത രണ്ടാമത്തെ അത്ഭുതം എന്തായിരുന്നു? യേശുക്രിസ്തു ചെയ്ത രണ്ടാമത്തെ അത്ഭുതം അടയാളം അറിയോ? അറിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ എളുപ്പം. നിങ്ങൾ യേശു ചെയ്ത രണ്ടാമത്തെ അത്ഭുതം അടയാളം എവിടെയാണ്? അറിയില്ല? ഒന്നറിയാം അല്ലേ? അറിയില്ലല്ലോ? ഇല്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 50 മുതൽ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യേശു പറഞ്ഞ വചനം വിശ്വസിച്ചു പോയി രാജസേവകന്റെ പുത്രന് സൗഖ്യം കിട്ടുകയാണ്. അപ്പൊ ഇവിടെ ജോയ് ബ്രദറൊക്കെ എത്രയോ വചനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് വിശ്വസിച്ചിട്ട് നമുക്കിവിടെ പോകാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുകയാണ്. പ്രഭാഷകൻ 5:4 പാപം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയരുത്, കർത്തകോപം സൗദാനം വരുള്ളൂ. അപ്പൊ പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പാപം ചെയ്യാതെ കാശുണ്ടാക്കലവർക്ക് അറിയാം ഇല്ലേ? അത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എങ്ങനെ പഠിക്കണം, ജോലിക്ക് പോകണം, പൈസ ഉണ്ടാകാനും പറഞ്ഞു തരും. പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം? സങ്കീർത്തനം 119:11 അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. വചനം ഹൃദയത്തിൽ നമ്മുടെ ഉണ്ടാകണം. ഉണ്ടോ? ആകാശം ഭൂമി കടന്നു പോകും, എൻ്റെ വചനം കടന്നു പോകില്ല. എൻ്റെ ജീവിതത്തിലെ കടന്നു വന്നൊരു വചനമാണ് യോഹന്നാൻ 11:4 ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യേക പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വചനം വിശ്വസിച്ചു പോകണം.
വെളിപാട് 1:3 വചനം വായിക്കണം, കേൾക്കണം, പാലിക്കണം. ഒരുപാട് ഹൃദയത്തില് ഞാൻ ജയിലിലൊക്കെ പോണതാണ്. മാസത്തിൽ 2 പ്രാവശ്യം പോകും. ജയിൽ പുള്ളികള് ഇഷ്ടം പോലെ തൃശ്ശൂർ വിയ്യൂർ ജയിലില് നിസ്സാര കാര്യങ്ങൾ കൊണ്ടാണ് ഭാര്യനെ കൊന്നുകളയുക, ഭർത്താവിനെ കൊന്നുകളയുക, മക്കളെ കൊന്നുകളയുക. എന്നിട്ട് അവിടെ പോയി കിടക്കുക. എന്നിട്ട് അവർക്ക് ജാമ്യം കിടണം, പുറത്തു വരണം. വേറെ ഒന്നും അവര് ചിന്തിക്കുന്നില്ല. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എനിക്കിങ്ങനെ ഒരു രോഗം വന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ ഭൂമിയിലില്ല. ആ രോഗം നന്നായില്ലേ അല്ലേ? റോമറ്റ് 28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിച്ചവർക്ക് ദൈവം സകലതും. അതാണ് മത്തായി 6:8. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം പിതാവ് അറിയുന്നു. മത്തായി 6:33 ദൈവത്തിന്റെ രാജ്യം നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂടി ചേർക്കപ്പെടും. ഫിലിപ്പ് 4:19 ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നിൽ നിന്നും യേശു ക്രിസ്തു വഴി എന്തായാലും. ജോബ് 8:7 നിന്റെ ആരംഭം എളിയതാണെങ്കിൽ തന്നെ നിന്റെ അന്ത്യദിനം അതിമഹത്വമായിരിക്കും. ഹെബ്രായ ലേഖനം 7:25 തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ രക്ഷിക്കാൻ അവന് കഴിവുണ്ട്, അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വയ്ക്കുന്നു. റോമറ്റ് 26 പറയാണ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടുക. ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വയ്ക്കുന്നു. യാക്കോബ് 5:13 നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തനം 32:6 ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ, കഷ്ടത കരകഴിഞ്ഞാലും അവരെ ബാധിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളിങ്ങനെ കത്തുന്ന ഒരു തീയായി മാറും. ഞങ്ങൾ മാത്രം പോരാ. സമരിക്കാരി സ്ത്രീയോട് പറഞ്ഞു, ഇനി നിന്റെ വാക്കുമൂലമല്ല ക്രിസ്തുവിനെ ഞങ്ങളും എന്താ പറയാൻ കഴിയണം, നിങ്ങളും എന്ത് വേണം, നല്ലൊരു ശുശ്രൂഷകനായി മാറണം. 1 Corinthians 9:16 ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് അതിന്റെ കടമയാണ് അല്ലേ? അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ജെറുസലേമിലും യൂദായിലും സമറിയയിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ആൾക്കാരുടെ കല്യാണം കഴിഞ്ഞതാണ് അല്ലേ? കല്യാണ സമയത്ത് ലേഖനം വായിച്ചത് ഓർമ്മയുണ്ടോ? സ്വർണ്ണത്തിൽ അപ്പാവം കിട്ടുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. എന്താണ് അവിടെ ലേഖനം അല്ലേ? ലേഖനം ഒരു വചനങ്ങൾ പറയുന്നത് വല്ലതും ഓർമ്മയുണ്ടോ? ഒരിക്കലും സൗദിയിൽ ഒരു മുസ്ലിമാണ് പോക്കറ്റിലൊരു പേപ്പർ എഴുതിയിട്ട് കൊണ്ടുവന്നിരിക്കുക ഭാര്യനെ ഡൈവേഴ്സ് ചെയ്യാനായിട്ട്. വണ്ടി പണിക്ക് വന്നപ്പോൾ ഞാൻ വർഷക്കാലത്താണ്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അപ്പൊ ഈ സലീം പറഞ്ഞു, സലീം എന്ന പേര്, എൻ്റെ ഭാര്യ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവളെ സ്വീകരിക്കാൻ, ഞാൻ ഫോൺ ചെയ്യില്ല. ജെർമിയ 15:19 നീ തിരിച്ചു വന്നാൽ വിലക്കെട്ട പറയാതെ വചനം മാത്രം സംസാരിച്ചാൽ എൻ്റെ നാവൂലയാകും. മത്തായി 10:20 പറയുന്നുണ്ട്, നിങ്ങളല്ല നിങ്ങളിൽ കൂടി പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുക. ഞാൻ പറഞ്ഞു, ഭാര്യ 3 ദിവസത്തിനുള്ളിൽ വിളിക്കും. അങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ ഭാര്യ വിളിച്ചു, ഇന്ന് സന്തോഷത്തില് ജീവിക്കുകയാണ്. ഇപ്പം നമ്മുടെ കുടുംബത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വചനങ്ങൾ വീട്ടില് എഴുതിയിരിക്കുന്നത് നല്ലതാണ്. അത് ഭാര്യ നോക്കണം, ഭർത്താവ് നോക്കണം അല്ലേ? സുഭാഷിതങ്ങൾ 15:1 സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കും. ഭർത്താവ് ചൂടായി കഴിഞ്ഞാൽ ഭാര്യ എന്ത് വേണം? ഈ വചനം പാലിച്ചാൽ മതി. സൗമ്യമായി നമ്മൾ ദൈവത്തിന്റെ മുമ്പില് തീരുമാനിക്കണം. നമുക്ക് വേണ്ടി ജനിച്ചു, പീഡനങ്ങളേറ്റു, കുരിശിലും മരിച്ചുയർത്തു, തൊട്ടുമ്പോൾ നമ്മൾ മുക്കുന്നുണ്ടല്ലേ? ഈശോ ഞാൻ സ്നേഹിക്കുന്നത് പറയും. ഈശോ എന്താ പറയുന്നത്? യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും. ഒരു ഭാര്യയിലായാലും ഭർത്താവിന്റെ ആയാലും ഈ ഒരു വചനം ദൈവം വാസം ഉറപ്പിച്ചു കഴിഞ്ഞാല് നമ്മൾ ഭർത്താവിനെ എന്തെങ്കിലും വേദനിപ്പിച്ചൊരു വാക്ക് ഉപയോഗിക്കുമോ? ചിന്തിച്ചു നോക്കണം. എത്ര ഡൈവേഴ്സുകൾ, നിസ്സാര കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പൊ നമ്മള് ഈ ഒരു കാര്യം, ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം.
ഈ ഒരു ബോധ്യം കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളായിട്ടും പറയാ ദൈവത്തിന് തെറ്റുപറ്റി, ഞാൻ വിചാരിച്ച ഒരു ഭർത്താവിനല്ല, ഒരു ഭാര്യയില്ല. ഇപ്പോഴും പലരും പറഞ്ഞു നടക്കുകയാണ്. ആലോചിച്ച് കാരണം ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക, ദൈവം തന്ന ഒരു ഭർത്താവ്, ദൈവം തന്ന ഒരു ഭാര്യയെ നമ്മൾ സ്നേഹിക്കുക. 1 യോഹന്നാൻ 4:8 സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. 2 തിമോഥെയോസ് 1:7 പറയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് തന്നത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിർഭര ആത്മാവിനെയാണ്. ആ വചനം പാലിച്ചാൽ മതി, നമ്മൾ അതുപോലെ രൂപാന്തരപ്പെടും. നമ്മൾ ക്രിസ്ത്യാനികൾ കൊണ്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? വചനം വേണ്ടേ അല്ലേ? എനിക്ക് അങ്ങനെ ചെയ്തു, പാപം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയരുത്. പ്രഭാഷണം 5:4 കറുത്ത് കോപം സാവധാനം വരുള്ളൂ. സങ്കീർത്തനം 107:17 പറഞ്ഞു, പാപമാർഗത്തിൽ ചരിച്ച് ചില രോഗികളായി മാറുന്നു. അപ്പൊ അതുകൊണ്ട് പാപമില്ലാതെ ജീവിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. വേണ്ടേ? യോഹന്നാൻ 12:47 എന്റെ വാക്ക് കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല, ഞാൻ വന്നത് രക്ഷിക്കാനാണ്. എന്നിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മത്തായി 7:1 വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും ആരും വിധിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനാണ് മത്തായി 5:37. കാണാതെ ആരെങ്കിലും അറിയോ? ബൈബിൾ തുറക്കണ്ട. മത്തായി 5:37 നിങ്ങൾ പഠിക്കണം. എന്തായാലും എന്താണ് മത്തായി 5:37? നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ലാന്നുമായിരിക്കട്ടെ, ഇതിനപ്പുറത്തുള്ളത് കൂട്ടിച്ചേർക്കപ്പെടും, ദുഷ്ടനിൽ നിന്ന് വരും. ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരിക്കൽ 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് പോകുമ്പോഴേ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മത്തായി 5:37 പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ? നാവിനെ സങ്കീർത്തനം 39:1 ദുഷ്ടന്മാർ ഉള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാണ്. സങ്കീർത്തനം 119 പറയുന്നത് ഭൂമിയില് ദുഷ്ടരെ വിലക്കട്ടവരായി പുറത്തുള്ളവരാണ്. ഇതിൽ സൗദി അറേബ്യയിലെ ഉള്ളൊരു കൂട്ടുകാരനാണ് നാട്ടിൽ വന്നപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനായിട്ട്. കുറച്ച് ദൂരെയാണ്. അവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വചനമാണ് റോമ 8:5-6 വചനം. എന്താണോ അറിയുക? ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യം മനസ്സ് വയ്ക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ഈശ്വരയുടെ ഭർത്താവ് മരിച്ചു പോയിരിക്കുകയായിരുന്നു. ഈ വചനം വായിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ചുപോയി. ഈ വചനം കേട്ട വായിച്ചു കഴിക്കുന്ന കണ്ണീര്. എനിക്കറിയില്ലായിരുന്നു ഭർത്താവ് മരിച്ചുപോയ കാര്യം. കാരണം ദൈവത്തെ അറിയാതെ എത്ര മക്കളാണ് അല്ലേ മരിച്ചു പോകുന്നത്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-10-11-12 അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിൽ കൂടി സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവത്തിന്റെ മക്കളാവാൻ കഴിവ് നൽകി. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളല്ലേ? ആണോ? ഒരു സംശയമില്ല. 1 യോഹന്നാൻ 3:10 ആരെങ്കിലും ഒന്ന് ഉറക്കേണ്ടത് വായിച്ച് എല്ലാവരും കേൾക്കട്ടെ. 1 യോഹന്നാൻ 3:10 അവിടെ പറയുന്നുണ്ട് ദൈവത്തിന്റെ മക്കൾ ആരാണ്, പിശാചിന്റെ മക്കൾ ആരാണ്. ഇതിനാൽ വ്യക്തമാണ് നീതി പ്രവർത്തിക്കാത്ത ഒരുവനും തന്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും. നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്നെ നോക്കണ്ട, എന്നെ നോക്കിയിട്ട് നിങ്ങൾ പറയണ്ട. ജെറമിയ 17:10 കർത്താവായ ഞാൻ നിങ്ങളുടെ ഹൃദയം മനസ്സ് ജീവിതത്തെ പരിശോധിച്ച്. നമ്മളെപ്പോഴും ക്യാമറയിലാണ്, ഈശോയുടെ ക്യാമറയുടെ ഉള്ളിലാണ്. നമ്മൾ എന്ത് പറയുന്നു? മത്തായി 18:12 പറയല് ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടിയിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം. കണ്ടോ? നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇവിടെ ഉണ്ട്. ചില അനുഗ്രഹങ്ങൾ കടന്നു വരാത്തതിൻ്റെ കാരണം ഇതാണ്. ഒരിക്കലേ പറഞ്ഞു, കിഡ്നി സംബന്ധമായിട്ടൊരു വ്യക്തി തൃശ്ശൂർ മിഷൻ ആസ്പത്രിയിൽ കിടക്കുകയാണ്, രക്ഷയില്ല, അതുകൊണ്ട് പറഞ്ഞു പോക്കോളാൻ പറഞ്ഞു. അപ്പം എന്നോട് കുറേ വചനം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അപ്പൊ ഭാര്യയുടെ ആങ്ങളോട് വെറുപ്പ,
ഇയാളോട് സ്നേഹിച്ചിട്ട് എനിക്ക് രോഗശാന്തി കിട്ടണ്ടെന്ന്. ഇയാളോട്, സ്വന്തം അളിയനോട് രമ്യതപ്പെട്ടതിന് ശേഷമാണ് ദൈവം ഇടപെടുന്നെങ്കിൽ ഞാൻ അതിന് തയ്യാറാലാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് എവിടെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തിമോഥെയോസ് 2-ാം അധ്യായം 24, 25, 26. കർത്താവിന്റെ ദാസൻ കലഹമുണ്ടാക്കരുത്, യോഗ്യന അധ്യാപകനായിരിക്കണം, ക്ഷമാശീലനായിരിക്കണം, എതിർക്കുന്നവരെ സൗമ്യതയോടെ തിരുത്തണം. പിശാച് തന്റെ ഇഷ്ടനിർവഹത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും സുബോധം വീണെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. പിശാചിന്റെ കെണിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ്. 33 കൊല്ലം ഒന്നുമില്ല, കാശുണ്ടാക്കണം എന്നുള്ള ധൈര്യത്തില് 81 സൗദി അറേബ്യയിലെത്തി. 93 വരെ സിനിമ ഇതുപോലെ തന്നെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് സിനിമ തിയേറ്റർ നടത്തിയാണ് ഞാൻ. ഇവിടെ 21, 22 വയസ്സിൽ 10 റിയാൽ മേടിച്ചിട്ട് ഇഷ്ടംപോലെ പേര് വണ്ടിയിൽ കൊണ്ടുവരും, സിനിമ കാണിച്ചു കൊടുത്ത്. അങ്ങനെ ഒരു കാലഘട്ടം. ഇഷ്ടംപോലെ പ്ലെയിൻ പോലത്തെ വീട് വെക്കണമെന്നാണ് ആരാഗ്രഹിച്ച. വലിയ അഹങ്കാരമൊന്നുമല്ല, വലിയ അഹങ്കാരമായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ കാശ് വരുന്നുണ്ട്, വേറെ ഒന്നും ചിന്തയില്ല. സുഭാഷിതങ്ങൾ 11:28 വചനം എഴുതി വെച്ചിട്ടുണ്ട്. ധനത്തെ ആശ്രയിക്കുന്നവൻ ഒഴിഞ്ഞു വീഴും, നീതിമാൻ പച്ചല പോലെ തഴയ്ക്കും. ഞാൻ ധനത്തിൽ ആശ്രയിച്ചു. 93 ബുറേദ സെൻട്രൽ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുകയാണ്. അപ്പോഴും 10 ജോലിക്കാർ, 2 സൂപ്പർ മാർക്കറ്റ്, 2 വർക്ക്ഷോപ്പ്, ധനമോഹം എല്ലാം പോയി. കാരണം എല്ലാ ടെസ്റ്റും കഴിഞ്ഞപ്പോഴേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലാന്ന്, ഇതിനെ മരണം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് എന്നോട് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എനിക്കൊരു പിടിയില്ല. എന്നോട് പറഞ്ഞു, മുസ്ലിം ആയി കഴിഞ്ഞാൽ നിനക്ക് ശമ്പളം കൂട്ടി തരാമെന്ന്. ഞാൻ പറഞ്ഞ തൊപ്പിയൊക്കെ തന്നോളാൻ പറഞ്ഞു. ഇപ്പോഴല്ല, കാലങ്ങൾക്ക് ഇപ്പോൾ അവിടെ അവർ തൊപ്പിയൊക്കെ തന്നോ. 1000 റിയാൽ ശമ്പളമുള്ള അപ്പോൾ 1300 ആക്കി. അപ്പോൾ അവർ കുമ്പിടി, ഞാനും കുമ്പിടി, എനിക്കെന്താ ഒന്നും അറിയില്ലേ. അപ്പോൾ അറബി പറഞ്ഞ് ഇനിയും മേലിൽ നീ ഞങ്ങളുടെ അടുത്തേക്ക് വരാണെന്ന് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത്, അറിവില്ലാത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ പലതും പറഞ്ഞു പോവും ചെയ്യും. പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം തരാന്ന് പറഞ്ഞാലും നമ്മൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല. അതാണ് അതിൻ്റെ ടേസ്റ്റ്. റോമ 14:7 ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ നമ്മൾ ഓരോരുത്തരും? നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. യോദാസിന്റെ പുസ്തകം 19 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരും കേവലം ലൗകികരുമാണ് ഭിന്നത ഉണ്ടാക്കുന്നത്. ഭൂമിയിൽ ഏതെല്ലാം വ്യക്തി ഭിന്നത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തില്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അതാണ് മത്തായി 5:9. ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെ വിളിക്കപ്പെടും. അപ്പൊ തിരിച്ചു വരാൻ ഒരു അവസരം നമുക്കുണ്ട്. ഇനി യോഹന്നാൻ 14:12 പറയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്തേക്കാൾ വലിയ ചെയ്യും. അപ്പൊ ഞാൻ സൗദി അറേബ്യയിലല്ല, അറബികളിൽ മനസ്സിലാക്കപ്പെട്ടിരുന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. കടന്നു വന്ന വചനം മാർക്കോസ് 8:35, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ ആരും നഷ്ടപ്പെടുന്നു, അവ അത് കണ്ടെത്തും. ഞാൻ വിചാരിച്ചു ക്രിസ്തുവിന് വേണ്ടി മരിക്കുക, നല്ല ജീവൻ കിട്ടുള്ളൂ, ഒരു ഭയം കൂടാതെ. എന്ന് വെച്ച് കഴിഞ്ഞാല് യുവസാധാരണക്കാട് വരുന്ന സമയത്ത് ഒരു പാകിസ്ഥാനി, 2 ബാംഗ്ലൂരികളൊക്കെയാണ്, അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഞാൻ ഭാര്യ ചെറിയ കുട്ടികൾ. അപ്പോൾ ബ്രദർ വന്നിട്ട് ടേപ്പ് റെക്കോർഡ് ഓടിച്ചും സൗണ്ട് പോലെയെന്ന് പറഞ്ഞു. ഇവിടെ ആരാധിച്ചപ്പോഴത്തെ സൗണ്ടൊക്കെ ഇതേപോലെ ഞങ്ങൾ അവിടെ ആരാധിക്കാറുണ്ട്. ഇതേപോലെ അവിടെയും ആരാധിക്കാറുണ്ട്. കാരണം ഭയമില്ല. ബ്രദറെ കിട്ടിയൊരു വചനമാണ് യേശയ്യാ 40:10, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ആ വചനം ഞങ്ങളെ നയിച്ചു എന്നുള്ളതാണ്. ഇതുവരെ കൂട്ടായ്മ പിടിക്കപ്പെട്ടിട്ടില്ല. കൂട്ടായ്മ എല്ലാ വെള്ളിയാഴ്ചകളും 400 കിലോമീറ്റർ. ഇപ്പം ഞാൻ അവിടെ തൃശ്ശൂർ എന്ന് വരുന്ന പോലെ റിയാദിൽ നിന്നും ബുറൈദയിലേക്ക് മുടങ്ങാതെ, ഞാനൊക്കെ കുറേ ശക്തി പ്രാപിക്കുന്നവരെ മുടങ്ങാതെ വന്നിരുന്ന ഒരു വ്യക്തിയാണ് യാക്കോബ്. യാക്കോബിന്റെ പുസ്തകം 5:20, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാവങ്ങൾ തുടച്ചു മാറ്റി അറിഞ്ഞോളൂ. ഒരുപാട് ആത്മാക്കളെ
രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? വേളങ്കണ്ണി പോകുന്ന ഒരു സമയം പോയിരുന്നു വേളങ്കണ്ണിയിൽ അല്ലേ? അപ്പൊ അതേപോലെ ഒരു തീ നമ്മൾ ഓരോരുത്തരും ആവണ്ടേ? ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇനി ഞാൻ ജെറമ്യ 15:19 അല്ലേ, നീ തിരിച്ചു വന്നാൽ വചനം മാത്രം സംസാരിച്ചാൽ എൻ്റെതാവും. ഇപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ 3 കാര്യം കാണും അല്ലേ? പറയട്ടെ, ഓപ്പറേഷൻ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കോസ് 4:19 ലോകത്തിൻ്റെ വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷം, മറ്റു വസ്തുക്കളുടെ ആവശ്യം കൊണ്ട് വചനം ഞെരുങ്ങി പോകും. വചനം ഞെരുങ്ങി പോകും, നമ്മൾ ധനമോഹം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് സങ്കീർത്തനം 33:10 മനുഷ്യന്റെ പദ്ധതികളെ ദൈവം തകർക്കുന്നു, ദൈവത്തിന്റെ പദ്ധതി ഫലമണിയുന്നു. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിക്ക് നമ്മൾ വിട്ടുകൊടുക്കണം. 2 Corinthians 8:15 അധികം സമ്പാദിച്ചവന് അധികം ഉണ്ടായിരുന്നില്ല, കുറവ് സമ്പാദിച്ചവന് കുറവുണ്ടായിരുന്നില്ല. മനസ്സിലായോ? പിന്നെ സമ്പാദിക്കാൻ ഒരു കാലുണ്ട്. സുഭാഷിതങ്ങൾ 23:4 സമ്പത്ത് നേടാൻ അമിത അധ്വാനം ചെയ്യരുത്, അതിന് ഒഴിഞ്ഞു നിൽക്കാനുള്ള വിവേകം കാണിക്കാൻ പറയുകയാണ്. അപ്പൊ സമ്പത്തിന്റെ മുകളിൽ ഇപ്പൊ ചിലർ പറയും അമേരിക്കയിൽ പോയി രക്ഷപ്പെട്ടു അല്ലേ? അമേരിക്ക പോയി രക്ഷപ്പെട്ടു. അത് നമ്മള് സുഭാഷിത പറയുന്നുണ്ട്. ലൂക്ക 12 ഭോഷനായ ധനവാൻ അല്ലേ? മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് അല്ലേ? ഒരു ഉപമ പറയുന്നുണ്ട്. ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിന് ഞാൻ ആവശ്യപ്പെട്ടാൽ നീ സമ്പാദിച്ചതൊക്കെ ആരുടേതാകും. ഞാൻ സൗദി അറേബ്യയിൽ പോയി ജോലി ചെയ്ത് കുറെ കാശുണ്ടാക്കി ഒരു 56 ലക്ഷം രൂപ ഒരു സ്ഥലത്ത് പെട്ടുപോയി. ഈ 56 ലക്ഷം എന്ന് പറയുമ്പോൾ ഞാൻ പോഷനായില്ലേ, ദൈവം എന്നെ സഹായിച്ചു, അതെടുത്തു മാറ്റി. എന്ത് ചെയ്തു? ഈ 56 ലക്ഷം എന്നെ കയ്യിൽ നിന്ന് മാറ്റിയപ്പോഴും ഇവിടെ എഴുതി വെച്ചിട്ട് എപ്പോഴും സന്തോഷിക്കാൻ. ഞാൻ ദൈവത്തെ പ്രതി സന്തോഷിച്ചു. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അത് പറയാൻ കാരണം ഹൃദയത്തിൽ വചനം ഉള്ളത് കൊണ്ട് അല്ലേ? ജോബിന്റെ ഭാര്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ജോബിന്റെ അല്ലേ? ജോബിന്റെ ഭാര്യ ഭർത്താവിനോട് എന്താ പറഞ്ഞേ? ദൈവത്തെ ശപിച്ചിട്ട് അല്ലേ? ജോബിന്റെ ദിവസം 2-ാം അധ്യായം 10-ാമത്തെ വചനം എന്താ പറഞ്ഞേ? ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നു, ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ചെന്നാൽ തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇതുകൊണ്ടൊന്നും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. ഈ 56 ലക്ഷം പോയപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടി തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ച വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക്. ഏത് സമയം എന്തെല്ലാം വന്നാലും നമ്മുടെ സന്തോഷം മാറിപ്പോവാൻ പാടില്ല. കാരണം 1 യോഹന്നാൻ 2:25 അവൻ വാഗ്ദാനം ചെയ്ത് ഇതാണ് നിത്യജീവൻ. 2 മക്കബര 7-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? ഒരു അമ്മ 7 മക്കളും ഇല്ല, വായിക്കണം. ഒരു അമ്മ 7 മക്കളും, അവര് സ്വർഗം മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ചുള്ളവരാ. യോഹന്നാൻ 17:3 യേശുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. നമ്മൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്? ഇനി നിങ്ങള് സിനിമ, സീരിയൽ, ഞാൻ പേപ്പർ വായിക്കില്ല, സിനിമ കാണില്ല, സിനിമ പാട്ട് കാണില്ല, ഇതൊന്നുമില്ലാതെ കിട്ടുന്ന അവസരം പ്രാർത്ഥന റൂമിൽ പോയിട്ട് ഇങ്ങനെ ആരാധിച്ച് കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം നിങ്ങൾ ചെയ്തു നോക്കിക്കേ. മത്തായി 5:37 ശ്രദ്ധിക്കുക കേട്ടോ. എന്താണോ ജനം? നിങ്ങളുടെ വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതിലുണ്ടാകുന്ന ഭിന്നതയില് എത്ര കുടുംബമാണ് ഭാര്യ ഭർത്താക്കന്മാരിൽ ഉള്ള ഒരവസ്ഥ കാണുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബോറടിച്ചില്ലേ? വചനം വായിച്ചാണ് നമുക്ക് പലപ്പോഴും സൗഖ്യം കടന്നു വരിക അല്ലേ? വചനം എന്നോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, 81 സൗദിയിൽ പോയി 93 അറ്റാക്ക് വന്ന് പിന്നീട് ദൈവം പിന്നീട് എൻ്റെ ജീവിതത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വീട്, 3 മക്കളാണ്, 2 ആൺകുട്ടി 1 പെൺകുട്ടി, 3 പേരും കല്യാണം കഴിഞ്ഞു, 6 പേരക്കുട്ടികളുണ്ട്. അവർ ഇവിടെ ഒന്നുമല്ല, പുറത്താണ്. എങ്കിലും
മക്കൾക്ക് കൈമാറാനുള്ളത്. കുറെ സമ്പത്തല്ല. ഏഷ്യ 59:21 തിരുവചനം, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയും നിന്റെ സന്താനങ്ങളുടെയും അവരുടെ സന്താനങ്ങളും എടുത്തു മാറ്റില്ല. നിങ്ങൾ കൂടുതൽ ആത്മാവില് നിറയണം, കുറെ വചനങ്ങള്. അല്ലാതെ ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു വീട്ടില് ഒറ്റ മോളാ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. വേറെ ചെറുക്കൻ്റെ കൂടെ അപ്പനും അമ്മയും വേദനിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇന്നലെ മിന്നാണ് ഒരു കല്യാണം നടന്നു. അത് നമ്മുടെ ജീവിതത്തിൽ വചനം പറയുന്നില്ലേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം. അങ്ങനെ വേണം എപ്പോഴും. നമ്മുടെ കുടുംബം നമ്മളിരുന്നപ്പോ ആത്മാവിന്റെ സന്തോഷം അനുഭവിക്കുന്ന പോലെ നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവണം. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ കൂടി ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് എല്ലാവരും സ്നേഹിച്ചുകൂടെ? ഈ വചനം സംഭവിച്ചെങ്കിൽ നമുക്ക് എല്ലാവരും സ്നേഹിച്ചുകൂടെ? ഒരിക്കലും കന്യാസ്ത്രീ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മുഖത്ത് സന്തോഷമില്ലേ? മുഖത്ത് സന്തോഷം കാണാണ്ടായപ്പോൾ ഞാൻ പ്രാർത്ഥന റൂമിൽ കൊണ്ടുപോയി. എന്താണ് അപ്പൊ പങ്കുവെച്ചു, കാരണം പറഞ്ഞു. അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ ഭാര്യ പറയാണ്, ഇപ്പൊ സിസ്റ്റർ മുഖം നോക്കാൻ പറഞ്ഞു. ആ മുഖത്ത് വലിയൊരു പ്രകാശം കടന്നു വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈവച്ച 3 കാര്യങ്ങൾ സംഭവിക്കും. എന്താ പറയാ? വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളമുണ്ട്. അവർ പിശാചുകളെ ബഹിഷ്കരിക്കും, അവർ കൈവച്ച രോഗി സൗഖ്യപ്പെടും. അപ്പോസ്തലപ്രവർത്തനം 19 പൗലോസ് ഉൾനാടുകളിൽ സഞ്ചരിച്ച് കുറെ ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിച്ചോ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? കേട്ടിട്ട് പോലില്ല എന്ന് പറയണേ. പൗലോസ്ലീഹ കൈകൾ വെച്ചപ്പോഴേ അവിടെ പരിശുദ്ധാത്മാവ് വന്നു. നമ്മൾ ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ ശക്തി പ്രാപിക്കണം. എവിടെയെങ്കിലും ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ഒരു അഗ്നി ഇറങ്ങുന്നത് വരെ ഒരു വിശ്രമം നമ്മൾ കൊടുക്കരുത്. ധ്യാനങ്ങൾ കൂടെ ഇതേപോലത്തെ ഗ്രൂപ്പില് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ എല്ലാ കഴിവെടുത്ത് ശ്രദ്ധിക്കണം. അതാണ് പ്രഭാഷകൻ 43:30. എല്ലാ കഴിവെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ച, എല്ലാ കഴിവെടുത്തിട്ട് ശ്രദ്ധിച്ച അപ്പോ അഗ്നി ഇറങ്ങും. മത്തായി 3:11 നിങ്ങൾ എപ്പോഴും എന്നിൽ സംഭവിച്ചത് കൊണ്ട് ഈ ലോകത്തില് എല്ലാവരിലും സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ദൈവത്തോട് ആ സമയത്താണ് എന്നിൽ നിന്നുള്ള പിശാച് വിട്ടുപോയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആരുണ്ടെന്ന്. എന്നിൽ ആരുണ്ടായിരുന്നു? ഞാൻ കണ്ടതാ. അതുപോലെ തന്നെ ഒരു ദിവസം കിടന്നപ്പോൾ എൻ്റെ ബോഡി ഉണ്ട്, ആത്മാവില്ല. ആത്മാവ് ഇങ്ങനെ പറന്ന് നടക്കുന്നു. വെറുതെ പറയുന്നുണ്ട് എന്ന് വിചാരിക്കും. ഇവിടെ മെന്റൽ ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ, ഇല്ലേ? ഇയാൾ പറയുന്നത് ആത്മാവ് എടുത്തിട്ട് ഇങ്ങനെ പറന്ന് നടക്കുക. ആത്മാവ് യോഗന 6:63 ആത്മാവാണ് ജീവന ശരീരമൊന്നിനും. അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു ദർശനം അല്ലെങ്കിൽ ഒരു ദൈവാനുഭവം ഉണ്ടാവും, ഒരു സംശയം ഇല്ല. ലൂക്ക 7:11 മുതൽ വചനങ്ങളില് നായൻ എന്നൊരു പട്ടണത്തില് ഒരു വിധവയുടെ മകൻ മരിച്ച് ശവം കൊണ്ടുപോണ സമയത്ത് യേശു ക്രിസ്തു കടന്നു വരുന്നു. ഈ വിധവയെ കാണുന്നു, മനസ്സലിയുന്നു, കരയണ്ട. എന്നിട്ട് പറയാണ്, യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കാൻ. എഴുന്നേറ്റു. അതേ യേശു ക്രിസ്തു തന്നെയാ ഇവിടെ. അതേ യേശു ക്രിസ്തു പറയാണ്, നീ കരയണ്ട. നിന്റെ വീട്ടില് രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സമ്പത്തില്ലാതെ ഒരവസ്ഥയായിരിക്കും. അതാണ് തോബിത്ത് 4:21. നമ്മൾ ദരിദ്രനായി തീർന്നത് ആദ്യം വേണ്ട, ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ദൈവത്തിന് പ്രീതികാരം അന്വേഷിച്ചാൽ വലിയ സമ്പത്ത് കടന്നു വരും. വലിയ സമ്പത്ത്. നിങ്ങൾ വിശ്വസിച്ചോ? വചനത്തിൽ വിശ്വസിക്കാൻ കഴിയണം, വേറെ ഒന്നുമില്ല. കണ്ണടച്ച് വിശ്വസിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് സഭാപ്രസംഗൻ 6:2 ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവരുത്ത വിധം ദൈവം സമ്പത്തും ഐശ്വര്യവും കീർത്തി നൽകുന്നു, അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല, അന്യൻ അനുഭവിക്കുന്നു. അതേസമയം
ഹൃദയത്തിൽ വചനം സൂക്ഷിച്ച് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, സഭാപ്രസംഗം 5:19-20 സമ്പത്തും സമൃദ്ധിയും തന്ന് അനുഗ്രഹിച്ച ഓരോ വ്യക്തിയും ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ജീവിതത്തിന്റെ ദിനങ്ങൾ ഒഴിഞ്ഞവനെ കുറിച്ച് അവൻ പരിഗണനയില്ല. ദൈവം അവന്റെ ദിനങ്ങൾ സന്തോഷപ്പെടാതിരിക്കുന്നു. അനുഭവങ്ങളാണ്. നിങ്ങളെ ദൈവം ഉപേക്ഷിക്കോ? ഇല്ല. പറയാൻ കഴിയണ്ട. ഇത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെ? യോഹന്നാൻ 10:10 ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധി ഉണ്ടാകാനും. അപ്പൊ ഇരുന്ന ഇരിപ്പില് ആരെങ്കിലും വെറുപ്പുണ്ടോ? എന്നോട് പറയണ്ട. നിങ്ങൾ തന്നെ നിങ്ങളൊരു ഇപ്പൊ കർത്താവ് ഈ സെക്കൻഡുകളില് അത്ഭുതം പ്രവർത്തിക്കും. ജോഷുവ 3:5 പറയുന്നില്ലേ, നിന്നെ തന്നെ കഴുകി വിശദീകരിക്കുക, നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. എല്ലാ കൂട്ടായ്മയിലും കടന്നു പോകുമ്പോൾ ദൈവം തരുന്ന ഒരു വചനം പുറപ്പാട് 34:10 ലോകത്ത് ഒരു സ്ഥലത്തും നടക്കാത്ത ഒരു അത്ഭുതം നിന്റെ ജനത്തിന് മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏഷ്യ 66:2 ഇവരുടെ കരുവലയാണ്, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിന്നെ നിങ്ങൾ ബൈബിള് നിലത്ത് വെക്കാതെ കിട്ടുന്ന അവസരങ്ങളൊക്കെ എന്ത് ചെയ്യണം? വചനങ്ങൾ വായിക്കണം, പ്രാർത്ഥിക്കണം. ഒരു ജീവിതമല്ലേ ഉള്ളൂ. കാരണം പാപം ഉണ്ടെങ്കിൽ നമ്മൾ രോഗിയായി മാറും. ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകില്ലേ? എൻ്റെ ഒരു കൂട്ടുകാരൻ ജോസഫേട്ടൻ ക്യാൻസർ വന്നിട്ട് സന്തോഷിക്കണം. ക്യാൻസർ ദൈവത്തോട് പറയാണ്, ക്യാൻസർ തന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഫിലിപ്പ് 1:21 എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടമാണ്. കാരണം ഈ ആരോടും പറയാത്ത ഒരു രഹസ്യം ഈ ജോസഫേട്ടനോട് പറയാണ്. ഇവർ വിചാരിച്ചു ജോസഫേട്ടൻ നൽകുന്ന ആളെ മരിച്ചു പോകുന്നു. തൃശ്ശൂരിന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേ ഉള്ള സ്ഥലം ഒരു ഭാഗം വെച്ചു. ഭാര്യയും മക്കളോ? ജോസഫേട്ടനും ഒന്നും എഴുതി വെച്ചിട്ടില്ല. പിന്നെ ജോസഫേട്ടനും മരണം എന്ന് പറയുമ്പോൾ വല്ല പ്രശ്നമുണ്ടോ? യേശുവിനെ സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ്. യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാവണം. കാരണം നമുക്ക് ഈ കാറും ബസ്സും ലോറിയും പ്ലെയിനും ഒക്കെ എങ്ങനെ വേണമെങ്കിലും ഓടിച്ചാൽ ഓരോ റൂട്ടുണ്ട്. ട്രെയിൻ പോകണമെങ്കിൽ എന്ത് വേണം? രണ്ട് കയ്യിൽ വേണം അല്ലേ? 2 വേണം. എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കണം, നിന്നെ പോലെ നിന്റെ അയൽക്കാരൻ. അപ്പൊ ആരോടും എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന ദൈവസാന്നിധ്യത്തിലെത്തോ? ഇല്ല. ഈ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലായ നിങ്ങൾക്ക് ജ്ഞാനം 9:17 അങ്ങ് പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും അങ്ങ് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഗീതം ആരറിയും? അപ്പൊ പരിശുദ്ധാത്മാവിനും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ജ്ഞാനം 7:7 ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ജ്ഞാനചൈതന്യം ലഭിച്ചു. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടും. എന്ത് കിട്ടും? ഒക്കെ സൗജന്യ. അതാണ് റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടി സമസ്തവും. ഒരുപാട് വചനങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇനി ഞാൻ മുന്നോട്ട് കൊണ്ടുവരുന്നതും പറയേണ്ടത് അല്ലേ? കുറെ കാര്യങ്ങളൊക്കെ അറിയാത്തതൊന്നുമില്ല. നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ അറിയാം, കേൾക്കാൻ അറിയാം. ഇനി പാലിച്ചാൽ മതി. നിങ്ങൾ പാലിച്ചാൽ മതി. പാലിച്ചാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ജെറമിയ 17:7-8. യേശു ചെയ്ത രണ്ടാമത്തെ അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നിട്ട് രാജസേവകന്റെ ഇന്ന് നിങ്ങള് വചനം കേട്ട് വിശ്വസിച്ചു പോയ അത്ഭുതമായി ഇല്ലേ? ആവില്ലേ? ജെറമിയ 17:8 ഒന്ന് ഉറപ്പ് വായിച്ചാൽ. അതേപോലെ എഴുതിയിരിക്കുന്നത് പോലെ കൈ വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു നോക്കുകയും കർത്താവിൽ ആശ്രയിക്കുന്നവൻ
വരൾച്ചയുടെ കാലത്തും അതിനെ ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്. അതൊന്ന് വചനം വായിക്കണം, കേൾക്കണം, പാലിക്കണം. ഇവരാണ് അനുഗ്രഹിക്കപ്പെട്ട മക്കൾ. പരിശ്രമിച്ചോളില്ലേ? പരിശ്രമിക്കോ? എത്ര മണിക്ക് നിർത്തണ്ട അറിയില്ലേ? എത്ര സമയം? അല്ല, ഞാനിവിടെ പോകും, നിങ്ങളിരിക്കും. നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതിൽ നിർത്താം. എത്ര മണിക്ക് നിർത്താം? 6:25 6:45 നിർത്താം അല്ലേ? 6:45 അടിയിലാകുമ്പോൾ നിർന്നു. അപ്പോഴേക്കും ശരിയാവും. നമ്മളധികം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അങ്ങനെ പ്രവാചനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യത്തിനുള്ളതൊക്കെ ആയിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ഒരു സന്തോഷം ഇപ്പോഴും നമുക്ക് വേണം. വീട്ടിൽ പോയിട്ട് ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ഓർമ്മയിൽ തരും. ഇപ്പം ഞങ്ങൾ 25 വർഷമായിട്ട് അതിലൂടെ എൻ്റെ ഒരുപാട് കൂട്ടുകാർ മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാർ എൻ്റെ സൗദിയിൽ വെച്ചും ഇവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോയി ഇന്ന നാളെ പോകുന്നു. എവിടേക്ക്? ജോയി പോയിട്ടില്ല. അത്രയായിരുന്നു. ഡോക്ടർ പറയാണ്, ഈ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോന്ന്. എൻ്റെ പേപ്പർ നോക്കിയിട്ട് എൻജിയോഗ്രാഫി ടെസ്റ്റ് എന്ന് കൊടുക്കുമ്പോഴേ ഇവിടെ 100% ബ്ലോക്ക്, അവിടെ 95, ഈ മനുഷ്യൻ ജീവിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ഞാൻ തന്നെയാണോ? അത് ഞാൻ തന്നെയാണെന്ന്. പക്ഷേ യേശു ബ്ലഡ് വളരെ ചെറുതായിട്ട് വരികയായിരുന്നു. എന്നിട്ടും ഭാര്യയും മക്കളെയും കൊണ്ടുപോയിട്ട് കുറെ കാലങ്ങൾ സൗദി അറേബ്യയില് ജോലി ചെയ്ത് ഞാൻ ജീവിച്ചു. 1 യോഹന്നാൻ 4:4 നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളതിനേക്കാൾ വലിയവനാണ്, സത്യനാണ്. അതുകൊണ്ട് ഏഷ്യ 40:31 ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും സത്യം പ്രാപിക്കും. കഴുകന്മാരെ പോലെ ക്ഷണികയിൽ ഓടിയ പവർമാണ്. ഇപ്പൊ ഒരു പാട്ടൊക്കെ ഇറങ്ങിയിട്ടില്ലേ വേടന്റെ അല്ലെ? എന്താ വീരാന്റെ? അവന്റെ പിന്നാലെ എന്തൊരു പേര് അറിയില്ലേ? ഒരു പേര് നിങ്ങൾ TV ഒന്നും കാണില്ല അല്ലെ? മൊബൈലൊന്നും വയ്യാത്തൊരു ഭാഗ്യം. നല്ലതാ, കാരണം മൊബൈൽ ഉപയോഗിക്കാൻ ആവശ്യത്തിന് വേണം പഠിക്കാൻ കാര്യങ്ങളൊക്കെ. ഓവറായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം അല്ലേ? നമ്മൾ ആഗ്രഹിച്ച് കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതാണ് സങ്കീർത്തനം 37:4 ദൈവത്തിൽ ആനന്ദിക്കുമ്പോൾ നിന്റെ കൃത. കാരണം നമ്മള് ഒരു ഹോട്ടലിൽ പോയിട്ട് ദോശ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടുക? മസാല ദോശ തരും, അതുകൂടി സാമ്പാർ, ചമ്മന്തി അല്ലേ? അവിടെ എന്തൊരു ഫലം തരും എന്ന് പറഞ്ഞ പോലെ സുഭാഷിതങ്ങൾ 22-ാം അധ്യായം 4-ാമത്തെ വചനം. അത് നിങ്ങൾ കാലത്ത് വായിക്കുക, ഉച്ചി വായിക്കുക. ഈ പ്രഷറിനും കൊളസ്ട്രോളും ഗുളിയുള്ളതുപോലെ. സുഭാഷിതങ്ങൾ 22:4 വിനയത്തിനും ദൈവഭക്തിക്കുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയാണ്. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? നമ്മള് സമ്പത്തിന്റെ പിന്നാലെ പോകണ്ട, സമ്പത്ത് നമ്മുടെ പിന്നാലെ പോകേണ്ടത്. അതാണ് സോളമൻ 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തില് 7-ാമത്തെ വചനത്തിൽ പറയാണ്, ദൈവം സോളമനോട് ചോദിച്ചു നിനക്ക് എന്ത് വരാണ് വേണ്ടത്? സോളമൻ എന്താ പറഞ്ഞ്? എനിക്ക് വിവേകം ജ്ഞാനം വേണം. പക്ഷെ അവിടെ എന്ത് കൊടുത്തു? സമ്പത്തും കൂടി കൊടുത്തു അല്ലേ? നമ്മുടെ ജീവിതത്തില് സമ്പത്ത് ചോദിക്കണ്ട, അത് ആർക്കറിയാം? തക്ക സമയത്ത് അല്ലേ? തക്ക സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഒരിക്കലും ഒരു വീട്ടിൽ പോയപ്പോഴേ 2 പെൺകുട്ടികൾ, ഒരു മോളുടെ കല്യാണം കഴിഞ്ഞു. എല്ലാവരും കുറെ സ്വർണ്ണമൊക്കെ സഹായിച്ചിട്ട് അവരെ കയ്യിലോ കാര്യമായിട്ടൊന്നുമില്ല, അവർക്ക് എടുത്തിട്ട് ഒരു മകളെ വിട്ടു. 2ാമത്തെ മകളെ കല്യാണം കഴിക്കാൻ 1 ഗ്രാം സ്വർണം ആ ഭവനത്തിലില്ല. അടുത്ത ഈ കല്യാണം കഴിഞ്ഞവർ കൂടി സ്വന്തക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇവളെ കൊണ്ടുപോകാനായിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുപോകാൻ 10 പവനും കൊണ്ട് ആര് വരും? ഒരു ചെറുക്കം വരും. പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. ഒരു സ്വർണ്ണപ്പണിക്കാരൻ 1 വർഷം കഴിഞ്ഞപ്പോഴേ ഇവളെ ഇഷ്ടപ്പെട്ട് 10 പവൻ വളയും മാലയൊക്കെ കൊണ്ടുവന്ന് ഇവളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ടാവുക.
അതാണ് മാർക്കോസ് 9:23. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, എന്റെ അവിശ്വസ്ത പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പൊ ജെറമ്യ 3:22, അവിശ്വസ്തരായ മക്കളെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങളുടെ അവിശ്വസ്ത ഞാൻ പരിഹരിക്കാം. വീണ്ടും പറയാണ് ഏഷ്യ 1:18, വരുവിൻ നമുക്ക് രമ്യപ്പെടാം, നിങ്ങളുടെ പാപം അടിച്ചൊപ്പാണെങ്കിലും വെണ്ണ പോലെ മഞ്ഞ് പോലെ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഇപ്പൊ ഇവിടെ ബൾബ് ഫിറ്റ് ചെയ്തുകൊണ്ടാണ് സ്വിച്ച് ഇട്ട പറയും അല്ലേ, കറണ്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീട് പണിതു ഇതൊക്കെ ഫിറ്റ് ചെയ്ത പോലെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും വ്യക്തിയോട് വെറുപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി റോമ 12:14 നിങ്ങൾ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കാൻ വലിയ അത്ഭുതം ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് പരിശ്രമിക്കുക. മാത്രമല്ല ചുറ്റുപാട് കുറെ പേരൊക്കില്ലേ, അവരും കൊണ്ട് ഇതിലേക്ക് കുറെ വചനം കേൾപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരിക്കും. കാരണം മാർക്കോസ് 13:13 ഒരു വചനം പറയുന്നുണ്ട്, എന്റെ നാമം മൂലം സകലരും നിങ്ങളെ ദേഷിക്കും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷപ്രാപിക്കും. അപ്പൊ ആരെങ്കിലും നിങ്ങൾ വെറുക്കാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് മാർക്കോസ് 13:13 ഒരു വചനം ഉണ്ടല്ലോ. അത് മത്തായി 5:11, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഗണിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഹൃദയത്തിൽ വചനം ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഈ വചനം നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഈ വചനങ്ങൾ നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേട്ടപ്പോൾ രണ്ട് കാര്യം ഇവിടെ സംഭവിച്ചു. എന്താണെന്ന് അറിയുന്നത്? ഒന്ന് റോമ 10:17, വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ കൂടി നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. മാർക്കോസ് 16:16 എന്താണ് മാർക്കോസ് 16:16? നിങ്ങൾ ലോകം വന്നു പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രവർത്തിക്കും, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഈശോ നിങ്ങൾക്ക് ഒരുപാട് വചനങ്ങളിൽ അല്ലെ, അവിടെ തന്റെ വചനം വായിച്ച് നമുക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. വലത്ത് കളന്റെ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകുന്നത്. എന്താണ് വലത്ത് കള്ളം പറഞ്ഞത്? ഇന്ന് എന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടി. നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും സ്വർഗത്തിലെത്തണം, വേറെ ഒന്നും ആഗ്രഹിക്കണ്ട. കാരണം ഇന്ന് നമ്മൾ മരിച്ചിട്ടില്ല, മരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടെ അവിടെ ഒരാൾ തൂങ്ങി മരിച്ചു. 4 ദിവസം ബാക്കിലേക്ക് പോകുമ്പോൾ, 5-6 ദിവസം ബാക്കിലേക്ക് പോകുമ്പോൾ ട്രെയിനിന്റെ മുകളിൽ ചാടി ഒരു ചെറുപ്പക്കാരൻ. ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, അച്ഛനും അമ്മയുണ്ട്. അവന് രോഗം വന്നു, നിരാശ വന്നു, ട്രെയിനിന്റെ മുകളിൽ ചാടി. ഈ വ്യക്തി തൂങ്ങി മരിച്ചത് അറിയില്ല. ഇതാണ് യോഹന്നാൻ 10:10 പറഞ്ഞത്, കള്ളൻ വന്നിരിക്കുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനാണ്, ഞാൻ വന്നത്. അപ്പൊ കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ ആരുടെ മക്കളായി മാറണം? പിശാചിന്റെ മക്കളാവരുത് അല്ലേ. 1 യോഹന്നാൻ 3:10 ആദ്യം വായിച്ചിട്ടുണ്ടോ വചനം? ഇല്ല, ഇപ്പോഴല്ലേ മനസ്സിലായ അല്ലേ? ഇപ്പോഴല്ലേ 1 യോഹന്നാൻ 3:10. ഇനി നമ്മൾ ശ്രദ്ധിക്കില്ലേ, നമ്മളെ ചുങ്കക്കാരന്റെ പോലെ പ്രാർത്ഥിക്കാൻ പഠിക്കണം. പാപിയായ എന്നിൽ കനിയണമേ. അവിടെയാണ് നീതിമാനാവുക, നീതീകരിക്കപ്പെടുക. ഫെബ്രുവരി ലേഖനം 10:38, എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനെ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ ഭാവിക്കുന്നത്. അതാണ് ഈ ഗ്രൂപ്പ്. നിങ്ങളെല്ലാം ഞായറാഴ്ച വെള്ളിയാഴ്ച വരിക, എന്ത് കേൾക്കണം? വചനങ്ങൾ കേൾക്കണം, ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എത്ര വ്യക്തികളാണ് മദ്യം കഴിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? മദ്യത്തിനടിമപ്പെട്ട
യുവാക്കന്മാർ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ലോകം മധ്യസ്ഥം നടത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങളൊക്കെ അതാണ് നിയമാവർത്തനം 28:6. സകല പ്രവർത്തികളിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് കണ്ണുകളടയ്ക്കാം, എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാം. ശിഷ്യന്മാര് എവിടെയെല്ലാം വചനം പറഞ്ഞു, അടയാളം കൊണ്ട് വചനം കർത്താവ് സ്ഥിരീകരിച്ചതുപോലെ സ്വർഗീയ പിതാവേ, സങ്കീർത്തനം 57:3, സ്വർഗത്തിൽ സഹായം അയച്ച് ഞാൻ നിന്നെ പുറപ്പാട് 33:14, ഞാൻ തന്നെ നിന്റെ കൂടെ വരുന്ന കാസുഞ്ചലും ഇവിടെ പറഞ്ഞ വചനങ്ങളില് കർത്താവേ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഈ ഭവനത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈ ഭവനത്തിൽ വന്നു പോയ എല്ലാവരെയും ഇന്നോളം വചനം പറഞ്ഞ എല്ലാ മക്കൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവേ. സൂര്യനേക്കാൾ 10,000 മടങ്ങില് ഓരോ മക്കളെയും കാണുന്ന സ്വർഗപ്പച്ച ഇവരിൽ നിന്നും ശിലാകൃതയെടുത്ത് ഒരു മാംസല ഹൃദയം നൽകണം. ബറൂഖ് 2:31 അനുസരിക്കുന്ന ഹൃദയം, ശ്രമിക്കുന്ന ചെവികളും ഞാൻ നൽകും. ഇവിടെ ഇത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവ്യാപരികട്ടെ. എല്ലാവരും വന്നതുപോലെ ആരും തിരിച്ചു പോകാതെ വന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടുന്ന വിശ്വായം അങ്ങ് ജീവിക്കുന്ന ദൈവവുമാണ്. എൻ്റെ വാക്ക് കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ല, ഞാൻ വിധിക്കുന്നില്ല, നമ്മൾ രക്ഷിക്കാനാണ്. ഈ രക്ഷ ഈ മക്കൾ അനുഭവിച്ചറിയട്ടെ. ആത്മാവ് വ്യാപരിക്കട്ടെ. കത്തിച്ചൊലിക്കുന്ന അനുഭവം കുടുംബങ്ങളിൽ നിന്നും രോഗങ്ങളെല്ലാം മാറിപ്പോകട്ടെ. സാമ്പത്തിക പ്രതിസന്ധികള് യേശുനാമത്തില് മാറിപ്പോകട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വല്ലപ്പോഴും ഓർക്കും. ഒരിക്കലും അമ്മച്ചിയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി മാത്രം ഒരു ജപമാല ചെല്ലണം. അമ്മച്ചി പറഞ്ഞു അപ്പം തന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ് അമ്മച്ചി ചെല്ലുമെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, ജപമാല ചെല്ലാതെ എനിക്ക് ഓർക്കം വന്നില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8:1, ജ്ഞാനം ഒരറ്റം മുതൽ മറ്റേറ്റം വരെ സ്വാധീനം കൊടുക്കും. ജ്ഞാനം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ഈശോ വെളിപ്പെടുത്തി തരും. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10, 11, 12 വചനം വായിച്ച് ധ്യാനിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം.